മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് MK ഷുക്കൂർ കൂടി ചേരുന്നു. ഷുക്കൂർ, ഈ ഒരു ധാരാളം വാഹനശേഖരം കാണുന്നുള്ളൂ, പഴയ വാഹനങ്ങൾ. ഇതിലേതെങ്കിലും വാഹനമാണോ ഈ കസ്റ്റംസ് തിരയുന്നത്? അജിംസ്, ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ നിയമവിരുദ്ധമായി രജിസ്റ്റർ ചെയ്യാതെ ഇവിടെ വിൽപ്പന നടത്തി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ തുടക്കം. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് മാത്രമല്ല. അതായത് ഇന്ത്യക്ക് പുറത്തു നിന്ന് നിയമവിരുദ്ധമായി എത്തിച്ചു ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും നിലവിൽ ഈ കസ്റ്റംസിന്റെ പരിശോധനയിൽ ഉൾപ്പെടുകയാണ്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെയും ഒപ്പം തന്നെ DRIയുടെയും സഹായത്തോടു കൂടിയാണ് ഈ റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ദേശീയാടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. സംസ്ഥാന വ്യാപകമായി 30-ലധികം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നു. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത അടക്കം പേരുകളിലുള്ള കാറുകൾ ഇപ്പോൾ പലരുടെയും ഗ്യാരേജുകളിലുണ്ട്. ഇപ്പോൾ പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ പഴയ വീടിന്റെ തൊട്ടടുത്തുള്ള ഗ്യാരേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പല വാഹനങ്ങളുണ്ട്. ഇതിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്തിയ ശേഷം മാത്രമേ ഏത് വാഹനങ്ങളൊക്കെ കസ്റ്റഡിയിലെടുക്കണമെന്ന കാര്യത്തിൽ കസ്റ്റംസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും തീരുമാനമെടുക്കൂ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തതുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെ വിളിച്ചു വരുത്തി കൂടുതൽ പരിശോധന നടത്തി അങ്ങനെ മാത്രമേ ഇക്കാര്യത്തിൽ ഏത് വാഹനം കസ്റ്റഡിയിലെടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കൂ. നിലവിൽ ഈ കേസിന്റെ വ്യാപ്തി അല്പം വലുതാണ്. നേരത്തെ നികുതി വെട്ടിപ്പ് മാത്രമായിരുന്നു. അത് മാത്രമല്ല, വ്യാജരേഖ ചമച്ചു, കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കി തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ ഈ കേസിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ കുറച്ചുകൂടി വിശാലമായ ഒരു കേസ് അല്ലെങ്കിൽ പരിശോധന തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും കസ്റ്റംസും DRIയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അതായത് ഓപ്പറേഷൻ നുംഖൂറിന്റെ പേരിൽ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ വ്യത്യസ്ത വാഹനങ്ങളെ കുറിച്ചുള്ള അന്വേഷണമായി മാറുകയാണ്. മമ്മൂട്ടിയുടെ വീട്ടിലെ ഗരാജിൽ പഴയ വാഹനങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. ആ വാഹനങ്ങളുടെ നിയമസാധുത ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി MVD ഉദ്യോഗസ്ഥരടക്കം ദുൽഖർ സൽമാന്റെ മറ്റും വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായൊരു ഹണ്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. നേരത്തെ പൃഥ്വിരാജിന്റെ കുണ്ടമൺകടവിലുള്ള വീട്ടിൽ പോലീസ് എത്തി മടങ്ങിയിരുന്നു. അവിടെ ഇപ്പോൾ പരിശോധനയില്ല. കൊച്ചിയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ദുൽഖർ സൽമാന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലുമാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് എന്നാണ് വിവരം. ഷുക്കൂർ, ഇപ്പോൾ ഈ കസ്റ്റംസുകാർ മാത്രമാണോ ഈ സംഘത്തിലുള്ളത്? അജിംസ്, കസ്റ്റംസുകാർ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനെ കൂടി അറിയിച്ചാണ് ഈ പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു സഹായം അവർ തേടിയിരുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ 30-ലധികം സ്ഥലങ്ങളിൽ കസ്റ്റംസ് DRIയുടെ സഹായത്തോടു കൂടി നടത്തുന്ന ഈ പരിശോധനയ്ക്ക് റെയ്ഡിന് മോട്ടോർ വാഹന വകുപ്പിന്റെ വലിയ സഹായമുണ്ട്. അവർ ഒപ്പം നിന്ന് പല വിവരങ്ങളും വിശദാംശങ്ങളും അവർ ശേഖരിച്ചു നൽകുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഇത്തരം വീടുകളിൽ മാത്രമല്ല, വാഹന ഷോറൂമുകളിൽ നടക്കുന്നുണ്ട്, യൂസ്ഡ് കാർ ഷോറൂമുകളിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ അനൌദ്യോഗികമായി വാങ്ങിയും വിറ്റുമെല്ലാം നടക്കുന്ന ഇടനിലക്കാരുടെ വീടുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റംസ് സംഘത്തിൽ നിന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു വിവരം, കോഴിക്കോട് നടക്കുന്ന ഒരു വാഹന ഷോറൂമിൽ നടത്തിയ പരിശോധനയിൽ ഇതാരാണ് ഈ വാഹനം നിങ്ങൾക്ക് തന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി അതിന്റെ ഭാഗമായി ഇത് എന്റെ വാഹനമാണെന്ന് പറഞ്ഞ ഒരു വാഹനത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ ആ വാഹനവും നിയമവിരുദ്ധമായാണ് അവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് മനസ്സിലാക്കി ആ വാഹനവും അവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യാപ്തിയുള്ള ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഈ കസ്റ്റംസിന് ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് നിയമവിരുദ്ധമായി ഇന്ത്യക്ക് പുറത്തു നിന്നും രജിസ്റ്റർ ചെയ്യാതെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തെറ്റായ പേരുകളിലും മറ്റും ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നു, വ്യാജ പേരുകളിൽ രജിസ്റ്റർ ചെയ്യുന്നു തുടങ്ങിയ വിപുലമായ ഒരു സന്നാഹത്തോടു കൂടി നടത്തുന്ന ഒരു കുറ്റകൃത്യമായാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. ആ അർത്ഥത്തിൽ ഈ വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് കസ്റ്റംസ് തീരുമാനിക്കുന്നത്. അവർക്കെതിരെയെല്ലാം കേസ് വരും. ആ അർത്ഥത്തിൽ കുറച്ചുകൂടി സംസ്ഥാനത്ത് 40 ഇടങ്ങളിലും കേസും അല്ലെങ്കിൽ പ്രതികളും എല്ലാം ഉണ്ടാകുന്ന ഒരു വലിയ പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആര്യയിലേക്ക് കൂടി. ആര്യ, അവിടെ പരിശോധന പൂർത്തിയായോ?